1990 മുംബൈയിലെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ 17 വയസ്സുകാരനായ ഒരു ബാലൻ കൊള്ളയടിക്കപ്പെട്ടു. പ്രതിമാസം 1200 രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത ഒരാളെ കാണാനായി 200 രൂപയുമായി തമിഴ്നാട്ടിൽ നിന്ന് വന്നതായിരുന്നു അവൻ. പക്ഷേ ആ മനുഷ്യൻ അവന്റെ ബാഗ് തട്ടിയെടുത്ത തിരക്കിനിടയിൽ അപ്രത്യക്ഷനായി. കയ്യിൽ പണമില്ലാതെ, ഹിന്ദി അറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവനെ ഒരു തമിഴ് സ്വദേശി സഹായിച്ചു. ചെന്നൈയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ പണം അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് അവർ സമാഹരിച്ചു നൽകിയെങ്കിലും അവൻ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചു. അവന്റെ പേര് പ്രേം ഗണപതി. തമിഴ്നാട്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനനം. വിദ്യാഭ്യാസം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കുടുംബ സാഹചര്യങ്ങൾ കാരണം ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടിറങ്ങി. അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി മുംബൈയിലെത്തിയ ഗണപതിയെ കാത്തിരുന്നത് അവസരങ്ങളായിരുന്നില്ല, പ്രതിസന്ധികളായിരുന്നു. പക്ഷേ തന്നെ ഒട്ടും സ്വാഗതം ചെയ്യാത്ത ഈ നഗരത്തിൽ തന്നെ തന്റെ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. മാഹിയിലെ ഒരു ബേക്കറിയിൽ പാത്രം കഴുകുന്ന ജോലിയാണ് അദ്ദേഹം ആദ്യം ചെയ്തു തുടങ്ങിയത്. പ്രേം ഗണപതിയുടെ ജീവിതയാത്ര അവിടെ തുടങ്ങി. ശമ്പളം മാസം 150 രൂപ. അതിജീവനത്തിനാവശ്യമുള്ള പണം കഴിച്ച് ബാക്കിയുള്ള ഓരോ രൂപയും അവൻ സ്വരുക്കൂട്ടി വെച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം തന്റെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഒരു ഉന്തുവണ്ടി വാടകയ്ക്കെടുത്ത് വാശി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇഡലിയും ദോശയും വിൽക്കാൻ തുടങ്ങി. അധികൃതർ ഇടയ്ക്കിടെ വണ്ടി പിടിച്ചെടുക്കുമായിരുന്നെങ്കിലും പിഴയടച്ച് അദ്ദേഹം വീണ്ടും മുന്നോട്ടു പോയി. ഇതിനിടയിൽ തന്റെ സഹോദരന്മാരെയും അദ്ദേഹം കൂടെ കൂട്ടി. വഴിയോര കച്ചവടമായിരുന്നെങ്കിലും വൃത്തിയുടെയും ഗുണമേന്മയുടെയും കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. മറ്റുള്ള കച്ചവടക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രേം ഗണപതി പുതിയ വഴികളും ആശയങ്ങളും തേടി. തന്റെ ഉപഭോക്താക്കളായ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് അദ്ദേഹം ഇന്റർനെറ്റിനെ കുറിച്ച് പഠിച്ചു. ഇന്റർനെറ്റിലൂടെ പുതിയ പാചക രീതികൾ പഠിച്ച അദ്ദേഹം ആദ്യ വർഷം തന്നെ 26 തരം ദോശകൾ പരിചയപ്പെടുത്തി. ഇത് ദോശയെ ഒരു ഫാസ്റ്റ് ഫുഡ് വിഭവമായി യുവതലമുറയിലേക്ക് എത്തിച്ചു. പ്രാദേശിക ഭാഷ പോലും അറിയാതെ വന്നൊരാൾ ഭാരതത്തിന്റെ പരമ്പരാഗത വിഭവത്തിന് ഒരു ആധുനിക മുഖം നൽകി. പരമ്പരാഗത ദോശകൾക്ക് പുറമെ ചൈനീസ്, മെക്സിക്കൻ രുചികൾ സമന്വയിപ്പിച്ച ഷെസ്വാൻ ദോശ, പനീർ ചില്ലി ദോശ, അമേരിക്കൻ ഡിലൈറ്റ് ദോശ തുടങ്ങിയ ഫ്യൂഷൻ വിഭവങ്ങളെല്ലാം പ്രിയങ്കരങ്ങളായി. 2002 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മെനുവിൽ 105 തരം ദോശകൾ ഉണ്ടായിരുന്നു. മാളുകളിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണമെന്നതായിരുന്നു അടുത്ത സ്വപ്നം. ആദ്യം പലരും നിരസിച്ചെങ്കിലും വാശിയിലെ സെന്റർ 1 മാൾ മാനേജർ അദ്ദേഹത്തിന് ഒരു അവസരം നൽകി. 2003 ദോശ പ്ലാസ എന്ന പേരിൽ ആദ്യ ഔട്ട്ലെറ്റ് തുറന്നു. പിന്നീട് അങ്ങോട്ട് ദോശ പ്ലാസ എന്ന ബ്രാൻഡിന്റെ കുതിച്ചുചാട്ടമാണ് ലോകം കണ്ടത്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ന്യൂസിലാൻഡ്, UAE, ഒമാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലായി 70-ലധികം ഔട്ട്ലെറ്റുകൾ ദോശ പ്ലാസയ്ക്കുണ്ട്. ഇപ്പോഴും ദോശ പ്ലാസയുടെ പ്രധാന ആകർഷണം അവരുടെ മെനു തന്നെയാണ്. 100-ലധികം വ്യത്യസ്ത തരം ദോശകൾ ഇന്നും അവിടെ ലഭ്യമാണ്. ഇതിൽ 27 തരം ദോശകൾ അദ്ദേഹം ട്രേഡ് മാർക്കും ചെയ്തിട്ടുണ്ട്. ബാന്ദ്ര സ്റ്റേഷനിൽ കൊള്ളയടിക്കപ്പെട്ട അന്ന് ആ 17-കാരൻ തോറ്റു പിന്മാറിയിരുന്നുവെങ്കിൽ ഇന്ന് ലോകമറിയുന്ന ഈ സംരംഭകൻ ഉണ്ടാകുമായിരുന്നില്ല. വഴിയോര കച്ചവടക്കാരനിൽ നിന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഇന്നും ലോകമെമ്പാടുമുള്ള യുവ സംരംഭകർക്ക് ഒരു പാഠപുസ്തകമാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ പ്രേം ഗണപതിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് തുടക്കം 0-ൽ നിന്നായാലും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ആകാശത്തോളം വളരാൻ സാധിക്കും എന്നതാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ, തളരാതെ, തന്നെ കൈവിട്ട നഗരത്തിൽ തന്നെ പോരാടി ജയിക്കുമെന്നുറപ്പിച്ച ഒരു മനുഷ്യന്റെ ജീവിത കഥയാണിത്. ഏതൊരു വിജയത്തിന് പിന്നിലും കഠിനാധ്വാനത്തിന്റെ വലിയൊരു ചരിത്രമുണ്ടാകും. ജോലി ഏതാണെന്നതിലല്ല, മറിച്ച് അത് എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പാത്രം കഴുകുന്ന ജോലിയാണെങ്കിൽ പോലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക വഴി ഒരു ജോലിയും ചെറുതല്ല എന്ന വലിയ പാഠമാണ് അദ്ദേഹം ലോകത്തിന് കാട്ടിത്തന്നത്. വഴിയോര കച്ചവടമായിരുന്നിട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പുലർത്തിയ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്: രുചിയും ഗുണനിലവാരവും. ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആ അച്ചടക്കമാണ് കസ്റ്റമേഴ്സിനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആകർഷിച്ചത്. നമ്മൾ എന്നും കഴിക്കുന്ന ദോശയെ 100-ലധികം വൈവിധ്യങ്ങളിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ആശയം അതിശയിപ്പിക്കുന്നതാണ്. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരേപോലെ ചേർത്ത് വെച്ചപ്പോൾ പിറന്നത് ഒരു വലിയ വിജയഗാഥയായിരുന്നു. സ്വന്തം തൊഴിലിനോടുള്ള സ്നേഹവും സ്ഥിരോത്സാഹവുമാണ് ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റുന്നത് എന്ന ഈ ജീവിതം
നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളും ഇതുപോലെ വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ പരീക്ഷിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ദോശ ഏതാണെന്ന് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.